ആർത്തി പൂണ്ട ഇരുകാലികൾ മഴുവുമേന്തി ഒളിച്ചും പാത്തും എത്തിയിരുന്നുവെങ്കിലും അക്കാലത്ത് കാനനം വിശുദ്ധമായിരുന്നു, പ്രശാന്തമായിരുന്നു. കാട് നിറയെ അന്ന് മഞ്ഞ് പെയ്തിരുന്നു. ഓരോ മനുഷ്യനും കാടിൻ്റെ കരച്ചിൽ കേൾക്കാവുന്ന കാലം വരണം. കാടിൻ്റെ ഭാഷയും മനുഷ്യൻ്റെ ഭാഷയും ഒന്നാകുന്ന കാലം. അന്ന് മഴുവും അറക്കവാളും മരം വെട്ടിയും ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകും. അന്ന് മനുഷ്യൻ പരസ്പരം സ്നേഹിക്കും. അക്കാലത്ത് മനുഷ്യൻ ചിരിക്കുമ്പോൾ കാട് പൂക്കും. ഓരോ കുഞ്ഞു ജീവനും ഒരു തൊട്ടാവാടിക്ക് പോലും ശ്രേഷ്ഠതയുണ്ടെന്ന് കാട് നമ്മളോട് പറയും. വയനാടൻ ഭാഷ കാട്ടിലെയും നാട്ടിലെയും സ്പഷ്ടമായും സ്ഫുടമായും അവതരിപ്പിക്കാൻ വയനാട്ടുകാരിയായ എഴുത്തുകാരിക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അക്ഷരങ്ങൾ കോർത്തിണക്കിയ പുസ്തകത്താളുകളിലൂടെ വായനയുടെ വിശാലമായ ലോകം നമുക്ക് മുൻപിലേക്ക് തുറന്നു തന്നവർ. നവമാധ്യമങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും മാത്രം ചിരപരിചിതരായ എഴുത്തുകാർ. അവരെ നമുക്കൊന്ന് നേരിൽ കണ്ടാലോ? 2024 ഡിസംബർ 26 മുതൽ 29 വരെ ദ്വാരകയിൽ വെച്ച് നടക്കുന്ന WLF-ലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറക്കല്ലേ, അപ്പോൾ നമ്മുടെ സ്വന്തം ദ്വാരകയിൽ കാണും.